ബി.ജെ.പിയെ പരാജയപ്പെടുത്തണമെന്ന പൊതുസമൂഹത്തിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പിൻവലിച്ചത്. അങ്ങനെ പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായും ബി.ജെ.പി വിജയിക്കാതിരിക്കാനുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ നിലപാട് സ്വീകരിക്കേണ്ടതിലേക്കുള്ള ഒരു പഠനം. അപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ വിവിധ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ ആർക്ക് വോട്ട് ചെയ്താലാണ് ബി.ജെ.പി പരാജയപ്പെടുക എന്നൊന്ന് പഠിക്കേണ്ടതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്, സമയമെടുക്കും. ഒരു ഇലക്ഷന്റെ ഒരു 2 ദിവസം 3 ദിവസം മുമ്പ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്ന പറഞ്ഞതാണ്. നിങ്ങളുടെ ഈ പിന്തുണ സ്വീകരിക്കുന്ന കാര്യത്തിൽ യു.ഡി.എഫ് നേതാക്കൾക്കിടയിൽ വി.ഡി. സതീശന്റെ അഭിപ്രായം, കെ.സിക്ക് മറ്റൊരു അഭിപ്രായം എന്നാണ് പറയുന്നത്. എൽ.ഡി.എഫ് നേതാക്കളുടെ അഭിപ്രായങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എൽ.ഡി.എഫ് നേതാക്കൾക്ക് നിങ്ങളുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഭിന്നാഭിപ്രായം ഉണ്ടെന്നുള്ള വിലയിരുത്തുന്നുണ്ടോ? നിലവിൽ അങ്ങനെ കേട്ടിട്ടില്ല. നിലവിലിപ്പോൾ ഔദ്യോഗികമായ തീരുമാനങ്ങൾ പത്രക്കാർ മുമ്പിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയും എൽ.ഡി.എഫ് കൺവീനറും കെ വിജയരാഘവനൊക്കെയാണ്. അവരെ ഭാഗത്തു നിന്നും ഒരു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു അശ്ലീലമാണ്. അങ്ങനെ പറയുന്നത്, സ്വീകരിക്കില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ നമ്മുടെ സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളിയാകുന്ന 102 സീറ്റിൽ ഇവിടുത്തെ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ ബോഡികളിൽ അംഗത്വമുള്ള 2 കോർപ്പറേറ്റർമാരുണ്ടല്ലോ, കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ടല്ലോ, മുനിസിപ്പാലിറ്റികളുണ്ടല്ലോ, പഞ്ചായത്തുണ്ടല്ലോ. അവിടെയൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി അംഗീകരിച്ചും ആ വ്യവസ്ഥയനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാവുകയും ഒക്കെ ചെയ്ത് ഭരണ സംവിധാനത്തിലുള്ള ഒരു പാർട്ടിയാണ്. ലോക്കൽ ബോഡി, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ബജറ്റ് വിഹിതത്തിൽ 3 കൊടുക്കുകയാണ്. ആ 3 ബജറ്റ് വിഹിതം കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്തുകളിലെ ഔദ്യോഗികമായ മെമ്പർമാരാണ് ഞങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരു പാർട്ടിയുടെ വോട്ട് വേണം എങ്ങനെയാണ് പറയുക? അങ്ങനെ പറയുന്നവര് അശ്ലീലമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അശ്ലീലം പറയാത്ത എൽ.ഡി.എഫിന് പിന്തുണ കൊടുക്കുന്നതിൽ എസ്.ഡി.പിക്ക് പ്രശ്നമില്ലല്ലോ. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, എൽ.ഡി.എഫിനും യു.ഡി.എഫിനും വോട്ട് നൽകി ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ. എൽ.ഡി.എഫിന് നൽകുന്നതിലും യു.ഡി.എഫിന് നൽകുന്നതിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഈ കോൺഗ്രസ്, ഇവിടെ ഇപ്പോൾ പറയുന്ന കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഞങ്ങളുടെ മുന്നണിയിലാണ്. DMK-യും കോൺഗ്രസും മുസ്ലിം ലീഗും CPM-ഉം ഉള്ള മുന്നണിയിൽ തന്നെയാണ് എസ്.ഡി.പി.യും. ഞങ്ങളും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ വർഗീയ പാർട്ടി അല്ലല്ലോ. വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ വർഗീയ പാർട്ടിയല്ല. സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് സംസാരിക്കുകയാണ്. വി.ഡി. സതീശനാണ് എസ്.ഡി.പിയുടെ പിന്തുണ വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് ആ നിലപാടല്ല. മുന്നിലെ കക്ഷികൾ നിലപാട് വ്യക്തമാക്കണം എന്നാണ് ഇപ്പോൾ എസ്.ഡി.പി നേതാവ് ആവശ്യപ്പെടുന്നത്.